ഓൺ റിപ്പോർട്ടർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ HOD MK റാം പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിലെ കുടകിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ക്രൈംബ്രാഞ്ച് ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കണ്ണൂരിലെത്തിച്ചു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞ ഇയാൾക്ക് 3 പേരുടെ സഹായം കിട്ടിയിരുന്നു. പോലീസിന്റെ അനാസ്ഥയാണ് റാമിനെ പിടികൂടാൻ വൈകിയതെന്ന് നിതിന്റെ സഹോദരി നിക്കിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. പോലീസിന്റെ അനാസ്ഥ കാരണം തന്നെയാണ് ഇത്രയും ഇന്ന് 100ാമത്തെ ദിവസമാണ്, ഈ മരിച്ചിട്ട് 100ാമത്തെ ദിവസമാണ്. പോലീസ് തന്നെയാണ് ഇത്രയും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന് വേണം പറയാൻ. ഡോക്ടർ റാമിനെ പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണ പയ്യ എന്തിനാണ് പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും റാമിന് വന്നിരുന്നത്. അതുപോലെ പോലീസും അയാളെ ഹെൽപ്പ് ചെയ്തു. ഈ 100ാമത്തെ ദിവസം വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റാം മാത്രമല്ല, ഇനി മറ്റ് അധ്യാപകരെയും കൂടെ ഞങ്ങൾ ഇനി പുറത്ത് കൊണ്ടുവരും. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, 100 ദിവസം, നിതിൻ മരിച്ച 100 ദിവസം, ഇത്രയും അധികം ദിവസം പേര് പുറത്തു വന്നിട്ടും പരാതി നൽകിയിട്ടുമൊക്കെ ഇത്രയും ദിവസം ഡോക്ടർ റാമിന് ഒളിവിൽ കഴിയാൻ കഴിഞ്ഞു എന്നതാണ് കോടതിയുടെ അടക്കം വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യം. അറസ്റ്റ് തടയുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം സുപ്രീം കോടതി മനുഷ്യത്വരഹിതം എന്നൊരൊറ്റ വാക്കല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കുടകിൽ നിന്ന് ഈ അറസ്റ്റിന്. മാധു, തീർച്ചയായിട്ടും 2026 ഏപ്രിൽ 10 അഞ്ചരക്കൊണ്ടി ഡെന്റൽ കോളേജിലുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ ഡോക്ടർ റാമിനെതിരെയും സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന അധ്യാപികയ്ക്കെതിരെയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ചത്. പിന്നീട് ഡോക്ടർ റാമിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കുടുംബം വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങൾ, ചില പരാതികളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ഹൈക്കോടതിയിൽ ഈ പ്രതി ഡോക്ടർ റാം ആദ്യം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ച് ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഡോക്ടർ സംഗീത നമ്പ്യാർക്കെതിരെ മറ്റു കുട്ടികളുടെ മൊഴിയോ അല്ലെങ്കിൽ മറ്റ് സഹപാഠികളുടെ ഒന്നും തന്നെ മൊഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും സംഗീത നമ്പ്യാർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കാരണമായത്. പക്ഷേ ഡോക്ടർ റാമിന് ആ ഘട്ടം മുതൽ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള നിയമ സംവിധാനങ്ങൾ അതിനകത്ത് മുൻകൂർ ജാമ്യം നൽകുന്ന നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുപ്രീം കോടതി ഡോക്ടർ റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ നീക്കത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഈ പറയുന്ന സംഘത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ കാണേണ്ടത് ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാൽ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷമായിരിക്കും തുടർന്ന് ചോദ്യം ചെയ്യലുകളും ഒപ്പം അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളും ഒക്കെ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കർണാടക കുടകിൽ വെച്ചായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിന് 3 പേരെ. നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളോട് പറയാം. ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിഷ്യേറ്റീവ് ഓഫീസർ ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നത്. ബാക്കി ഡീറ്റെയിൽസ് പറയാം. ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയത്. ഇനി തുടർന്ന് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം കസ്റ്റഡിയിലുണ്ട്. മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാം എന്നുള്ളത് മാത്രമാണ് ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള KV വേണുഗോപാൽ പിടിയിലായിരിക്കുന്നു. മറ്റധ്യാപകരുടെ പങ്ക് കൂടി തങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് കുറച്ചു മുമ്പ് നിതിന്റെ സഹോദരി നിക്കിത റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇത്രയും അധികം വലിയ നീതി നിഷേധം ഉണ്ടായിരിക്കുന്നു എന്നത് കൂടിയാണ്. അത് നിതിൻ രാജിന്റെ മരണം എന്നതിനപ്പുറത്തേക്ക് അതിനുശേഷവും എല്ലാവർക്കും സഹായകരമാകുന്ന നിലപാട് എന്നത് തന്നെയാണ് കുടുംബം ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസ് വളരെ വലിയൊരു ദൗത്യമാണ് മുന്നിലുള്ളത്. ഇത് തെളിയിക്കേണ്ടുന്ന സാഹചര്യ തെളിവുകളടക്കം മാത്രമാണ് നിലവിലുള്ളത്. ഇത് തെളിയിക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമാണ് പോലീസിന് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും, അതായത് ഇതിനകത്ത് വലിയ ഉത്തരവാദിത്തം പോലീസിനുണ്ട്. പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കുടുംബത്തിനുണ്ട്. കാരണം റാം കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ലെന്ന് കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പോലീസ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ഈ കസ്റ്റഡി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അതിനകത്ത് കാണേണ്ടത്. 100 ദിവസം പിന്നിടുമ്പോഴാണ് ഈ അറസ്റ്റ്
ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ കാണേണ്ടത് ഒരു വസ്തുത കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിനകത്ത് പറഞ്ഞിരുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ നിതിൻ രാജിന് ഉണ്ടായിരുന്നു. ഒരു ലോൺ ആപ്പ് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഭീഷണികൾ, അതിന് ആൾട്ടർനേറ്റീവായി നമ്പർ നൽകിയിരിക്കുന്നത് ഒരു അധ്യാപികയുടെ നമ്പറായിരുന്നു. അപ്പോൾ ആ അധ്യാപികയ്ക്ക് വന്നിട്ടുള്ള ഭീഷണികൾ, ആ അധ്യാപികയ്ക്ക് വന്നിട്ടുള്ള ഫോൺ കോളുകൾ, ഇത്തരം കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഇതിനകത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തി. അതിൽ ഒന്ന് പ്രധാനമായും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നേരത്തെ തന്നെ കുടുംബം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ഈ കുട്ടിയെ നയിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ഈ അധ്യാപകന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ജാതി അധിക്ഷേപവും, ക്ലാസ് മുറിയിൽ വെച്ച് വൈറ്റ് ക്രോക്കോച്ച്, ബ്ലാക്ക് ക്രോക്കോച്ച് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ജാതിയും നിറവും ഒക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഡോക്ടർ റാമിന്റെ കുടകിൽ ഒളിച്ചു താമസിക്കാൻ മൊബൈൽ ഫോൺ പോലും ഇല്ലാതെ കുടകിൽ ഒളിച്ചു താമസിക്കാൻ 3 പേരുടെ സഹായം കിട്ടിയെന്നാണ് പോലീസ് നിഗമനം എന്നറിയുന്നു. ഇതാരൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടിയുണ്ടോ? എങ്ങനെയാണ് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ 100 ദിവസവും അയാൾക്ക് അവിടെ ഒളിവിൽ കഴിയാൻ സാധിച്ചത്? മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടുന്നത് ഈ പറയുന്ന ഡോക്ടർ റാം കുടകിൽ ഈ ഒളി സങ്കേതത്തിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല